പുറമേയുള്ള കരുത്തല്ല, ഉള്ളിലെ സമാധാനമാണ് ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന വലിയ സത്യം അടിവരയിടുന്നതായിരുന്നു ബോഡി ബിൽഡറായ ദിലീപിന്റെ ദാരുണാന്ത്യം. 28 വയസ്സുകാരിൽ പലരും സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങുന്ന പ്രായത്തിൽ മികച്ചൊരു കരിയറും ആരോഗ്യവുമുള്ള ഒരു യുവാവ് മരണത്തിന് കീഴടങ്ങിയത് കേവലം വീരത്വം കൊണ്ടല്ല, മറിച്ച് താൻ വിശ്വസിച്ചവർ ഒരുക്കിയ ചതിക്കുഴികളിൽ നിന്നും വ്യാജ ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധം അവന്റെ മനസ്സ് തകർന്നു പോയതുകൊണ്ടാണ്. ജിമ്മിലെത്തുന്ന യോഗ്യത എന്ന 42-കാരിയുമായുള്ള സൗഹൃദം ദിലീപിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കെണിയായി മാറുകയായിരുന്നു. ഭർത്താവിന്റെ അറിവോടെയും പ്രോത്സാഹനത്തോടെയും അവർ ഒരുക്കിയ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങൾ ദിലീപിനെ സാമ്പത്തികമായും മാനസികമായും തകർത്തു. സ്വകാര്യ നിമിഷങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന ഭീഷണിയും തുടർന്ന് പോലീസ് ഇടപെടലിന് ശേഷവും തുടർന്നുകൊണ്ടിരുന്ന വ്യാജ പീഡന കേസ് ഭീഷണികളും ആ യുവാവിനെ നിസ്സഹായനാക്കി. മസിലുകൾ വീർപ്പിച്ച് ലോകത്തിന് മുന്നിൽ കരുത്തനായി നിന്നപ്പോഴും നിയമത്തെയും സദാചാര ബോധത്തെയും ആയുധമാക്കി ഒരു ദമ്പതികൾ നടത്തിയ വേട്ടയാടലിന് മുന്നിൽ അവന്റെ മനസ്സ് തളർന്നുപോയി. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ആഘോഷിക്കുന്ന ശാരീരിക സൗന്ദര്യവും ആരോഗ്യവും കേവലം ബാഹ്യമായ ഒരു ആവരണം മാത്രമായി മാറുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ശരീരം വളരുന്നതിനൊപ്പം മനസ്സ് പാകപ്പെടുന്നില്ല എന്ന സാമൂഹികപരമായ വലിയൊരു പോരായ്മയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. വ്യക്തികൾ ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുന്ന ഇക്കാലത്ത് പ്രതിസന്ധികളെ നേരിടുവാനുള്ള മാനസികമായ ഊർജം ആർജിക്കാൻ യുവതലമുറയ്ക്ക് കഴിയുന്നില്ല. ആത്മനിയന്ത്രണവും മാനസിക ധൈര്യവും വസ്ത്രത്തിലും രൂപത്തിലും മാത്രം ഒതുങ്ങുമ്പോൾ യഥാർത്ഥ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ അവർ പ്രയാസപ്പെടുന്നു, അല്ലെങ്കിൽ പരാജയപ്പെടുന്നു. മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അന്ധമായ ചിന്തകൾക്ക് പിന്നാലെ പോകുന്നതിനിടയിൽ സ്വന്തം വ്യക്തിത്വത്തെ തിരിച്ചറിയുവാനോ ആന്തരികമായ കരുത്ത് നേടുവാനോ പലർക്കും സാധിക്കുന്നുമില്ല. ദിലീപിന്റെ മരണം കേവലം ഒരു ആത്മഹത്യയല്ല, മറിച്ച് വ്യാജ പരാതികളും ബ്ലാക്ക് മെയിലിംഗും ഒരു മനുഷ്യനെ എത്രത്തോളം നിശബ്ദനാക്കുമെന്നതിന്റെ തെളിവാണ്. കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുന്നതിനൊപ്പം തന്നെ ശാരീരിക കരുത്തിനൊപ്പം മാനസിക പ്രതിരോധ ശേഷിയും വളർത്തിയെടുക്കേണ്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടത് ഇന്നത്തെ അനിവാര്യതയാണ്.